എസ്തറ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കിച്ചൺ ഡിസൈനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചൺ ലേഔട്ടുകളെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കിച്ചൺ ഡിസൈൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻസ് ആണ് ഏത് ലേഔട്ട് സെലക്ട് ചെയ്യണം, കൗണ്ടർ ഹൈറ്റ് എത്ര കൊടുക്കണം, സ്റ്റോറേജ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ കിച്ചൺ ലേഔട്ടുകളെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള പാർട്ടുകളാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് കിച്ചൺ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കിച്ചൺ ലേഔട്ടുകളെ പറ്റി ഒന്ന് ചുരുക്കി പറയാം. സ്പേസ് കുറവാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കിച്ചൺ സെലക്ട് ചെയ്താൽ മതി. കോർണർ സ്പേസ് ഉപയോഗിക്കണമെങ്കിൽ എൽ ഷേപ്പും, സ്റ്റോറേജ് കൂടുതലാവണമെന്ന് കരുതുന്നവർക്ക് യു ഷേപ്പ് കിച്ചണും സെലക്ട് ചെയ്യാം. രണ്ട് സൈഡിലും എഫിഷ്യൻസി വേണമെങ്കിൽ പാരലൽ കിച്ചൺ എടുത്താൽ മതി. ഇനി നമുക്ക് വീട്ടിൽ കിച്ചണിന് വേണ്ടി തന്നെ വലിയൊരു സ്പേസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഐലൻഡ് കിച്ചൺ ചെയ്യാവുന്നതാണ്. അടുത്തത് കൗണ്ടർ ഹൈറ്റ്. ആവറേജ് ഇന്ത്യൻ വീടുകളിൽ 34 മുതൽ 36 ഇഞ്ചസാണ് കംഫർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൈറ്റ് കുറവോ കൂടുതലോ ആണെങ്കിൽ അതിനനുസരിച്ച് 1-2 ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സേഫസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷേ പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ക്വാഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ കോസ്റ്റ് വളരെ കൂടുതലാണ്. അടുത്തത് ക്യാബിനറ്റ്സ്. ക്യാബിനറ്റുകൾക്ക് ഇൻസൈഡ് BWR പ്ലൈവുഡും ഔട്ട്സൈഡ് ലാമിനേറ്റുമാണ് മോസ്റ്റ് ഡ്യൂറബിൾ കോംബോ എന്ന് പറയുന്നത്. അക്രൈലിക് ആൻഡ് PU ഫിനിഷസ് പ്രീമിയം ലുക്ക് കൊടുക്കും. അടുത്തത് ലൈറ്റിംഗ്. ലൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടാസ്ക് ലൈറ്റിംഗ് ഉൾപ്പെടെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ്സ് ആഡ് ചെയ്താൽ കുക്കിംഗ് ഏരിയ കൂടുതൽ വിസിബിൾ ആൻഡ് ക്ലീൻ ലുക്ക് ലഭിക്കും. അടുത്തത് സ്റ്റോറേജ് പ്ലാനിംഗ്. ഡെയിലി യൂസ് ഐറ്റംസ് വേസ്റ്റ് ലെവലിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഹെവി യൂട്ടൻസിൽസ് ലോവർ ക്യാബിനറ്റിലും റെയർലി യൂസ്ഡ് ഐറ്റംസ് ടോപ്പ് ക്യാബിനറ്റിലും പ്രൊവൈഡ് ചെയ്യണം. പാൻട്രി പുൾ ഔട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷനെ നെക്സ്റ്റ് ലെവലാക്കാൻ സാധിക്കും. അടുത്തത് വെന്റിലേഷൻ. വെന്റിലേഷൻ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഗുഡ് ചിമ്മിനി പ്ലസ് വിൻഡ് എയർ ഫ്ലോ വേണം. പിന്നെ സിങ്ക് ഏരിയയിൽ 45 മുതൽ 60 സെൻറ്റിമീറ്റർ കൗണ്ടർ സ്പേസ് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഐഡിയൽ. പിന്നെ പ്ലഗ് പോയിൻറ്റ്സുകൾ നമ്മൾ ധാരാളം പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലുള്ള യൂസും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ഡിസൈഡ് ചെയ്യാൻ. മിക്സർ, ഓവൻ, കെറ്റിൽ, ഡിഷ് വാഷർ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനുള്ള പ്ലഗ് പോയിൻറ്റുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. നിങ്ങളുടെ കിച്ചൺ സ്മാർട്ടും സ്റ്റൈലിഷുമാക്കാൻ ഈ ബേസിക്സ് മതി. ഇങ്ങനെയുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി എസ്തറ ഹോം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.